14 വർഷത്തെ പ്രണയത്തിനൊടുവിൽ യുവതിയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായതോടെ യുവാവ് ജീവനൊടുക്കി. പത്തനംതിട്ട ആനപ്പാറയിലാണ് ഈ സംഭവം ഉണ്ടായത്. ആനപ്പാറ സ്വദേശിയായ അനൂപ് എന്ന 28 വയസ്സുകാരനായ യുവാവാണ് ഈ മാസം 2-ാം തീയതി വീട്ടിൽ തന്നെ ജീവനൊടുക്കിയത്. ഈ ഒരു സംഭവം, മകൻ്റെ വേർപാട് ഇപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥയിലാണ് അനൂപിൻ്റെ മാതാപിതാക്കളുള്ളത്. അനൂപിൻ്റെ മാതാവ് നമുക്കൊപ്പം ചേരുകയാണ്. 14 വർഷം നീണ്ടുന്നൊരു പ്രണയമായിരുന്നു അല്ലേ? അതെ, 14 വർഷം എന്ന് പറഞ്ഞാൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ പിന്നെ ഇവള് പുറകെ വന്ന് എനിക്ക് അനൂപിനെ ഇഷ്ടം. അന്ന് ഒരു അറിവില്ലാത്ത ആ പ്രായത്തിൽ പോലും അവൻ പറഞ്ഞ് നിങ്ങളൊക്കെ ഇച്ചിരി കാശൊക്കെ ഉള്ളവരാ, ഞങ്ങൾ അങ്ങനെ അത്ര നിവൃത്തിയുള്ളവരല്ല, ഞങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും ഞങ്ങളുടെ അപ്പായും അമ്മയും കൂലിപ്പണി ചെയ്യണം, അതുപോലുള്ളൊരു ജീവിത സാഹചര്യമാണ് ഞങ്ങളുടേത്, അതുകൊണ്ട് അത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. അത് സാരമില്ല, ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത്, എനിക്ക് നിന്നെയാണ് ഇഷ്ടമെന്നും പറഞ്ഞ് ആ അറിവില്ലാത്ത പ്രായം മുതൽ അവൾ പുറകെ നടന്ന് അവൻ്റെ പുറകെ നടന്ന് തന്നെ അവനെ അന്ന് കാലം മുതൽ അവൻ ആ ചെറുപ്രായത്തിൽ ഇവളുടെ ആ വശീകരണത്തിൽ ഇവളെ മനസ്സിൽ പതിപ്പിച്ചു വെച്ചു. ഇവളുടെ സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ചു. എൻ്റെ കുഞ്ഞവളെ ആത്മാർത്ഥമായിട്ട് 14 വർഷവും സ്നേഹിച്ച് ആ സ്നേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറവുമില്ലാതെ ഈ നാട്ടിലുള്ള ജനങ്ങൾ അത്രയും കണ്ടിരിക്കുക. അവരിവിടെ എൻ്റെ വീട്ടിലും വരും, അവരവരുടെ വീട്ടിലും പോവും. എല്ലാവരും ചോദിച്ച് കെട്ടിച്ചു കൊടുക്കുന്നില്ലയോ എന്ന്. കല്യാണം കഴിച്ച് കൊടുക്കാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കൊച്ചു പഠിക്കുമല്ലയോ, ജോലിയാവട്ടെ എന്ന്. ഇവൻ മോനോട് ചോദിക്കും, മോനെ ഇങ്ങനെ പോയാൽ എങ്ങനെയാ മോനെന്ന് ചോദിക്കും. ഇല്ലമ്മ, അവൾ എൻ്റേതാ, അവർ കെട്ടിച്ചു തന്നില്ലെങ്കിൽ അവൾ ഞാൻ വിളിച്ചാൽ നിമിഷം എൻ്റെ കൂടെ വരുമമ്മ. ആ ഒരു ഉറപ്പ് എൻ്റെ കുഞ്ഞിനും ഉണ്ടായിരുന്നു. അങ്ങനെ ആ സ്നേഹം അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ അവസാന നിമിഷം ഇപ്പോൾ ഒരു 2 വർഷത്തിന് മുന്നേ ഇവള് ജോലി തേടി ദുബൈയിൽ പോയി. അതും എൻ്റെ മോനാ പറഞ്ഞു വിട്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ ബർത്ത്ഡേ ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് ഇവൻ എന്നെ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അവനെ സ്വർണ്ണ കൊലുസ്, 40,000 രൂപ വിലയുള്ള പിന്നെ ക്യാമറ, മൊബൈലുകൾ, ചെയിന്, അവളുടെ ചേച്ചിക്ക് കല്യാണത്തിന് വാങ്ങിച്ചു കൊടുത്ത ചെയിന്. എൻ്റെ മോൻ്റെ ജീവൻ പോയി. ഇനി എൻ്റെ മോൻ്റെ 1 രൂപ പോലും അവർ വെച്ചോണ്ടിരിക്കുന്ന എന്തുവാന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. അവൾ ആദ്യ മീഡിയയിൽ വാട്സപ്പിൽ ഇട്ടത് 14 വർഷം അവൻ സ്നേഹിച്ച് എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ഇതിനകത്ത് എന്താണ് സംഭവിച്ചത്? ഇവരുള്ള അഭിപ്രായ വ്യത്യാസം എങ്ങനെയാണ്? അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവള് ഗൾഫിൽ പോയി, ഞാൻ പോയി ആദ്യം ജോലി ചെയ്ത് അത് കഴിഞ്ഞ് നിന്നെ ഞാൻ കൊണ്ടുപോവാം, നീയും ജോലി ചെയ്ത് നമുക്ക് 2 പേർക്ക് അവിടെ നിന്ന് ജോലി ചെയ്ത് 2 പേര് നാട്ടിൽ വന്ന് കല്യാണം കഴിക്കാന്നുള്ള ഇവരുടെ ഒരു ധാരണ, 2 പേരുടെ ധാരണയിലാണ് ഇവള് മുന്നേ പോയത്. അപ്പോഴും എൻ്റെ മോന് ശരിക്കും സഹായിച്ചു. അവിടെ ചെന്നിട്ട് സഹായിപ്പിച്ചു ആൾക്കാരെ കൊണ്ട്. ഇവിടുന്ന് 9 മാസത്തോളം ഇവള് ജോലി ഇല്ലാതെ അവിടെ ഇരുന്നു. ഇൻ്റർവ്യൂകൾ കഴിഞ്ഞു. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 7 മാസമായി അവൾക്ക് ജോലി കിട്ടിയിട്ട്. ആ ജോലി കിട്ടുന്ന ആ 1 മാസം വരെയും എൻ്റെ മോനെ മണിക്കൂറോളം ഇവളെ വിളിക്കുമായിരുന്നു. ആ ജോലി കിട്ടിയ 1 മാസം കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടുള്ള മാസങ്ങളിലൊക്കെ ഇവനെ വിളിക്കുന്നത് കുറവായി. പിന്നെ ഇവൻ വിളിക്കുമ്പം ഇവക്ക് ഫോൺ എടുക്കാൻ മടിയായി. അപ്പം ഇവൻ അങ്ങ് വെപ്രാളമാ, ഇവളെന്താ ഫോൺ എടുക്കാത്ത, ഇവളെന്താ സംസാരിക്കാത്ത, അങ്ങനെ ഒരു ടെൻഷൻ കാരണം വന്ന് ആ ഗൾഫിലുള്ള കൂട്ടുകാർ ഇവനെ വിളിച്ച് പറയാൻ തുടങ്ങി, അനൂപ ഇങ്ങനെയൊക്കെയാ കാര്യം, സത്യം എന്തുവാന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഇവൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടത്. ഇതുപോലൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ അവൾ കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഇരിക്കുന്ന ഫോട്ടോയാണ് അവൾ ഇട്ടത്. അപ്പോൾ ഇതിട്ടപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, എടി രേഷ്മ, ഇങ്ങനെ അടുത്തൊരുത്തൻ്റെ കൂടെ ഇരിക്കാൻ ഒരു വഴിയില്ല, ഇരുന്നാ മോൻ്റെ കൂടെ ഇരുന്നേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എനിക്കറിയത്തില്ല എന്തുവാന്ന്, ഇവൻ എന്തോ പറയുന്നു. അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഇവൻ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ ഗൾഫിൽ പോവാ, ദുബായിൽ ജോലി തിരക്കി പോവാ, ഇൻ്റർവ്യൂ ഉണ്ട്, എനിക്കത് കഴിഞ്ഞാൽ ജോലി കിട്ടും, ഞാൻ ജോലി ചെയ്ത് പിന്നെ ഞാൻ ജോലിക്ക് പോവാമ്മ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ 15-ാം തീയതി വൈകുന്നേരം 7 മണിക്കത്തെ ഫ്ലൈറ്റിൽ പോയി. ഇവനൊരു 23 പറയുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് തന്നെയാണ് പോയത്. ആ ദുബൈയിലാ പോയത്. ഈ പെണ്ണിന്റെ അടുത്ത് പോകാൻ വേണ്ടി തന്നെ ഇവൻ പോയത്. പക്ഷെ ഇവന്റെ മനസ്സിൽ വേറെ ഉദ്ദേശമായിരുന്നു. എല്ലാരും ഇങ്ങനെ പറയുന്നല്ലോ, ഇത് സത്യമാണോ, എന്താണ് അവിടെ നടക്കുന്നത്, അവന്റെ കണ്ണുകൊണ്ട് കാണണമായിരുന്നു. അങ്ങനെ ഇവൻ പോയതെന്നാ ഞങ്ങൾ ഇന്ന് അറിയുന്നത് മൊത്തം അങ്ങനെയാ. ഇവൻ അങ്ങനെ അവിടെ പോയി.
ഇവൻ എന്നും പിന്നെ ഇത് ഒരു ഇതിനകത്തുനിന്ന് ഞങ്ങളെ വിളിക്കും, വീഡിയോ കോൾ, എന്നെ ഇവർ അച്ഛനെയും വിളിക്കും. അപ്പോഴെല്ലാം ഇവൻ ഇവിടുന്ന് പോയ ഒരു സന്തോഷം അവൻ്റെ മുഖത്തില്ല. അങ്ങ് എന്തോ ഒരു വീർത്ത് കെട്ടി കരഞ്ഞ് 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 വീർത്ത് കെട്ടിയ മുഖം പോലെ ഇവൻ്റെ മുഖം ഇരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുക, എന്തോ മോനെ നിനക്ക്? അതമ്മ രാത്രി ഉറങ്ങാത്തത് കൊണ്ടാണ്. ഞാൻ ഉറങ്ങും, എപ്പം ഞങ്ങൾ വിളിച്ചാലും ഉറങ്ങും എന്ന് കരയുന്ന പോലെ പറയും. 24-ാം തീയതി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ നാളെ വരും, എനിക്ക് പറ്റുന്നില്ല അമ്മ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട മോനെ, നീ എനിക്ക് പറ്റത്തില്ലെങ്കിൽ. എൻ്റെ വിചാരമല്ല എൻ്റെ സാറേ, അവിടുത്തെ തണുപ്പൊന്നും അവന് പിടിക്കുന്നില്ലായിരിക്കും, അതൊക്കെ കൊണ്ടായിരിക്കും എൻ്റെ കുഞ്ഞങ്ങനെ പറയുന്നതെന്ന് ഞാൻ യഥാർത്ഥത്തിൽ അവിടെ എന്തായിരുന്നു പ്രശ്നം? അവിടെ അവൻ പോയി അവൻ ചെന്നിട്ട് ഇവള് പഴയതുപോലെ ഒരു സ്നേഹം കാണിക്കുകയോ ഒന്നും ഇവള് ചെയ്യുന്നില്ല. അപ്പം ഇവൻ ഉറപ്പിച്ച് പറഞ്ഞ് എനിക്ക് നിന്നെ കണ്ടേ പറ്റത്തുള്ളെന്നും പറഞ്ഞ് ഇവള് ഇന്നടുത്ത് വരാൻ പറഞ്ഞ് ഇവൻ അങ്ങനെ അവിടെ പോയി. എൻ്റെ മോൻ സെൽഫിയൊക്കെ എടുത്തു. ആ സെൽഫി ഫോട്ടോയിൽ ഇവൻ്റെ ഫോണിലുണ്ട്. സെൽഫിയൊക്കെ എടുത്ത് ചായ കുടിച്ച് ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ ഇവക്ക് ഒരുപാട് വട്ടം ഒരു കോള് വന്നു. ഒരു കോള് ഒരു 10 പ്രാവശ്യം വന്നു. അപ്പോൾ ഇവൾ ഒരു പ്രാവശ്യം എടുത്ത് അതെടുത്തോണ്ട് പോയി അരമണിക്കൂറോളം സംസാരിച്ചിട്ട് വന്നിട്ട് പിന്നെ ആ ഫോണിൽ അതേ കോള് തന്നെ വന്നപ്പോൾ ഇവൻ എടുത്തു ഫോണ്. അവളുടെ ഫോണാ, ഇവൻ എടുത്തിട്ട് ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചു. അത് ഞാൻ അനൂപ എന്ന് പറഞ്ഞു. നീ എന്തിനാ ഇവിടെ വന്നേ? പിന്നെ 7 മാസം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലാണ്, നീയുമായിട്ട് ഒരു ബന്ധമില്ലെന്നാണ് രേഷ്മ പറയുന്നത്. പിന്നെ നീ എന്തിനാ ഇവിടെ? ഞങ്ങളുടെ ഞങ്ങളുടെ സ്നേഹത്തിൽ ഇനി നീ ശല്യമായിട്ട് വരരുത്, നീ പൊക്കോന്ന് പറഞ്ഞു. കാരണം ഇവള് കേട്ടോണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഇവളുടെ സമ്മതത്തോടെയാണ് ഇവൻ പറയുന്നതെന്നുള്ളത് എൻ്റെ മോന് ബോധ്യമായി. അവിടെ എൻ്റെ മോൻ തകർന്നു. അപ്പം എൻ്റെ മോൻ അവിടെ പ്രതികരിച്ചത്, നീ 7 മാസം കൊണ്ടല്ലേ സ്നേഹിച്ചുള്ളൂ, ഞാൻ 14 വർഷം സ്നേഹിച്ചവനാ, നിനക്ക് ഞാൻ തെളിവ് തരാന്നും പറഞ്ഞ് അവൻ എന്തോ അവനെ കാണിച്ചിട്ടുണ്ട്. ഇതിനുശേഷം അനൂപ് അടുത്ത ദിവസം നാട്ടിലേക്ക് വന്നല്ലേ? അതിന്റെ പിറ്റേന്ന് തന്നെ അന്ന് അവന് ടിക്കറ്റ് കിട്ടിയില്ല. എന്നെ വിളിച്ച് പറഞ്ഞ് 24-ാം തീയതി 25-ാം തീയതി വരുമെന്ന്. അന്ന് ടിക്കറ്റ് കിട്ടിയില്ല അവന്. 26-ാം തീയതി രാവിലെ വെളുപ്പിനെയാണ് അവന് ഫ്ലൈറ്റിന് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ അവൻ രാവിലെ ഇവിടെ എത്തി. അവൻ എത്ര മണിക്ക് കിട്ടിയെന്നുള്ളത് എനിക്ക് കറക്റ്റ് മനസ്സിലായി. രാവിലെ ഇവിടെ എത്തിയവൻ ആകെ തകർന്നിരിക്കുമായിരുന്നു. ആഹാരമൊക്കെ കഴിച്ചിട്ട് ദിവസങ്ങളായതുപോലുള്ള ഒരു മാനസികാവസ്ഥ ഒക്കെ ആയിരുന്നു അവന്. അവള് വന്നിട്ടും ഇവിടെ എൻ്റെ മോൻ എല്ലാം ഉപേക്ഷിച്ച് അവിടുന്ന് തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ടും ഇവൾ എൻ്റെ മോനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം ഇവക്കറിയാമായിരുന്നു ഇവൻ ജീവിച്ചിരുന്നാൽ ഇവനെന്നല്ല, ഈ അക്ഷയ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെന്നല്ല, ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെയും ഇവൻ ജീവിക്കാൻ വിടത്തില്ലെന്നുള്ളത് ഇവക്ക് മനസ്സിലായി. കാരണം അവൻ 14 വർഷം സ്നേഹിച്ചവനാ. അവൻ്റെ മുഖത്ത് നോക്കി അവൻ പറയുക, ഞാൻ 7 മാസം കൊണ്ട് ഞാനും ഇവള് സ്നേഹത്തില്ല, നീയുമായിട്ട് ഒരു ബന്ധമില്ലെന്നാ ഇവൾ എന്നോട് പറഞ്ഞതെന്ന്. അത് കേട്ട് അവൻ തകർന്നുപോയി. ഇവിടെ വന്നിട്ടും എൻ്റെ മോളെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ആങ്ങളെ ചാവാൻ പോവാന്ന് എന്നെ ഭീഷണിപ്പെടുത്തുക. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ചത്ത് കാണിക്കാൻ. എന്നെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല, എന്നെ ഭീഷണിപ്പെടുത്തുന്ന സമയം കൊണ്ട് അവനൊന്ന് ചത്ത് കാണിക്കട്ടെന്നാ ഇവൾ എൻ്റെ മോളോട് മെസ്സേജ് വിട്ടത്. അതിനുശേഷം ഈ അനൂപ് ജീവനൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അതിന്റെ പിറ്റേന്ന് അന്ന് ഞാൻ 2-3 വട്ടം ഈ മുറിയുടെ ഒരു പ്രാവശ്യം വാതിൽ തട്ടിയപ്പോൾ ഇവൻ കിടക്കുക. അപ്പം ഇവൻ എന്തിനോട് ചോദിച്ചു, എന്തോ അമ്മ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ചോറും കറിയും വെച്ചേക്കെന്ന് വന്ന് കഴിക്കുന്നു. മോനെ വേണ്ട അമ്മ, എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് പിന്നെയും വിളിക്കും, അമ്മ പോയി നോക്കി, ഇവൾ എനിക്ക് സമാധാനം തരുന്നില്ലെന്ന്. ആരാ? ഈ രേഷ്മ ഗൾഫിൽ നിന്ന് എൻ്റെ മോക്ക് മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുക. അതിലെ കൂടെ ഞാൻ പോയി ആ കതവ് തുറന്ന് നോക്കിയപ്പോഴും ഇവൻ കിടക്കുക. അപ്പം ഇവൻ പറഞ്ഞു, അമ്മ ഞാൻ വന്നപ്പോഴേ അമ്മ അടുത്ത് പറഞ്ഞു, അവളുമായിട്ട് നമുക്കിനി ഒരു ബന്ധവും ഇല്ല, അവൾ എന്നെ ചതിച്ചമ്മ. ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞതാ, അവൾ എന്നെ ചതിച്ച്, പഴയ രേഷ്മ അല്ല, അവൾ എന്നെ ചതിച്ചമ്മ. ഈ 14 വർഷം ഞാൻ അവളെന്നും പറഞ്ഞ് എൻ്റെ കുടുംബത്തിനെ മൊത്തം വെറുത്ത് ഞാൻ അവളെ സ്നേഹിച്ചപ്പം അവൾ എൻ്റെ മുഖത്ത് നോക്കി പറയുക, എനിക്ക് നിന്നെ വേണ്ടാന്ന്, നീ പോയി ചാവെന്ന് പറയുക. അവള് എന്നോട് എൻ്റെ മോൻ പറഞ്ഞതാ. എൻ്റെ മോൻ പറയാം, അവള് പറയുക അമ്മ പോയി ചാകാന്. ആ ഒരു ചോദ്യത്തിന് അവൻ ഇവിടെ വന്നിട്ട് അവളോട് പറഞ്ഞ്, ഞാൻ നിനക്ക് ചത്ത് തന്നേക്കാന്ന് ഇവൻ പറഞ്ഞെന്നാ അവള് പറയുന്നത്. ഇവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള എന്നോട് പറഞ്ഞു. അമ്മ അവളിങ്ങനെ പറഞ്ഞു, അമ്മ അവള് പറയുക നീ പോയി ചാവാനാ പറയുന്നതെന്ന്. ഇതിന് ശേഷം അനൂപ് സ്വന്തം വീട്ടിൽ തന്നെ ജീവനൊടുക്കുന്നു.
പക്ഷേ അതിനുശേഷം എന്തെങ്കിലും ആത്മഹത്യാക്കുറിപ്പോ അങ്ങനെ എന്തെങ്കിലും? ഒന്നും ഒരിതും ആകെ തെളിവെന്ന് പറഞ്ഞാൽ എൻ്റെ മോളോട് ഇവള് വിളിച്ചു പറഞ്ഞു അവൻ ആത്മഹത്യ ചെയ്യാൻ പോവാ, പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തുക. അപ്പൊ ഇവള് പറഞ്ഞു, നിന്നെ ഭീഷണിപ്പെടുത്താൻ നീ എന്താ അവനെ വേണ്ടാന്ന് പറഞ്ഞോ? അത് പിന്നെ അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനല്ല കാര്യങ്ങൾ. അത് കാര്യങ്ങളൊന്നും എനിക്ക് ചേച്ചിയോട് ഇപ്പം പറയാൻ പറ്റത്തില്ല, ഞാനൊരു സമയം കിട്ടുമ്പോൾ പറയാം എന്നിവള് പറഞ്ഞു. അപ്പം ഇവരുടെ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം എൻ്റെ മോക്കറിയാം. എൻ്റെ മോൻ തൂങ്ങി വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഇവള് രേഷ്മേനെ വിളിച്ചു, രേഷ്മ ഇതുപോലെ അനൂപ് തൂങ്ങിയടി എന്ന് പറഞ്ഞ് ഇവള് കരഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞപ്പോൾ അവൾ എളുപ്പം ഒരു പതർച്ചയില്ലാതെ ഒരു സന്തോഷമായിട്ട്, എന്ന് വെച്ചാൽ അവളുടെ ആ ഭാരം ഇറങ്ങിപ്പോയതുപോലുള്ള ആശ്വാസത്തെ അവൾ പറഞ്ഞു, എന്നെ വിളിച്ചെന്നോ എന്നെ അറിയിച്ചെന്നോ ഒന്നും ചേച്ചി ആരോടും പറയല്ലേ, അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ. അപ്പം ഇവള് ആ ഒരു വിഷമത്തിൽ അത് മറന്നുപോയി. പക്ഷെ അവൾ അതിന് മുന്നേ ഇവള് ഈ വാട്സപ്പിൽ ഇതൊക്കെ ഇട്ട് എല്ലാവരുടെ മുന്നേ നല്ലവളാക്കി ഇവള് എല്ലാവരും ഞങ്ങളെ മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ എന്താണെങ്കിലും ഈ യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ നിലവിൽ പോലീസിൽ കേസുകളൊന്നുമില്ല. 14 വർഷം ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടിയുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആണ് ഈ യുവാവ് ജീവനൊടുക്കിയത്. ഈ പെൺകുട്ടിയാണ് ഇതിന് കാരണമെന്നാണ് ഈ അനൂപിൻ്റെ വീട്ടുകാർ ആരോപിക്കുന്നത്. എന്താണെങ്കിലും ഈ അനൂപ് ജീവനൊടുക്കിയ സമയത്താണെങ്കിൽ പോലും ഈ പെൺകുട്ടിയുടെ പേര് പരാമർശിച്ചുകൊണ്ടോ അല്ലാതെ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലും എഴുതി വെച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിയമപരമായി ഈ കുടുംബത്തിന് ഇപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. പോലീസ് കേസും എടുത്തിട്ടില്ല. എന്താണെങ്കിലും തങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട ആ ഒരു ഞെട്ടലിൽ, ആ ഒരു ദുഃഖത്തിൽ തന്നെയാണ് ഈ അനൂപിൻ്റെ കുടുംബം ഇപ്പോഴുമുള്ളത്. പത്തനംതിട്ടയിൽ നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ്.